സുഹൃത്തുക്കളെ, സാമാന്യ ആപേക്ഷികത എങ്ങനെ സമൂഹത്തിൽ പ്രയോഗിക്കാമെന്നും സമൂഹത്തിൻ്റെ വികാസങ്ങളെ എങ്ങനെ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്താമെന്നും ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 26 എപ്പിസോഡുകളിലായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതനുസരിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ സാമാന്യാപേക്ഷികത കൊണ്ട് മനുഷ്യ സമൂഹത്തിലെ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയം മുതലായ എല്ലാ മേഖലകളിലും സ്വാഭാവികമായും ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ചിട്ടും അതിൽ മനുഷ്യൻ്റെ പങ്കിനെക്കുറിച്ചിട്ടും ആണ് നമ്മൾ സംസാരിച്ചത്. അതിലവസാന എപ്പിസോഡുകളിൽ ആരോഗ്യ സംരക്ഷണത്തിനായി മനുഷ്യൻ ട്രാഡീഷണലായിട്ട് പരമ്പരാഗതമായി നടന്നിരുന്ന പല മേഖലകളിലും ഉള്ള അബദ്ധങ്ങളും വ്യത്യസ്ത സമീപനങ്ങളും ഒരാൾ മറ്റൊരാളുടെ ശരിയല്ല എന്ന് പറയുന്നതിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെയൊക്കെ പൊള്ളത്തരം നമ്മൾ തുറന്നു കാണിച്ചിരുന്നു. മാത്രമല്ല, സാധാരണ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്ന അതേ മാനദണ്ഡം വെച്ച് ശാന്തി ലഭിക്കുന്ന അതേപോലുള്ള മേഖലകൾ, വിശ്വാസം കൊണ്ടാണ് അധികവും രോഗങ്ങൾ മാറുന്നത്. വിശ്വാസത്തിന് ഉപയോഗിക്കുന്ന ഈ മാനദണ്ഡങ്ങളെക്കാളും അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളെക്കാളും കൂടുതൽ നല്ലത് ഇപ്പോൾ രാസചികിത്സ, അതേപോലെ തന്നെ എക്സ്റേ, ഗാമാ റേസ്, അല്ലെങ്കിൽ കീമോതെറാപ്പി, ആൻറ്റിബയോട്ടിക്സ് പോലുള്ള ഭൗതികമായി അപകടം ഉണ്ടാക്കുന്ന ചികിത്സകളും അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസം ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ വെച്ച് അതേപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ പ്രയാസരഹിതവും കൂടുതൽ ആഫ്റ്റർ ഇഫക്ട്സ് ഇല്ലാത്തതുമാണ് പഴയ പരമ്പരാഗത മുടി ചികിത്സ. റസൂലിൻ്റെ മുടി ഇട്ട വെള്ളം കുടിച്ചാൽ അസുഖം മാറും. അതേപോലെ തന്നെ ഉർക്ക്, പിന്നെ ധ്യാനം, പോട്ട, ഹീട്ട, ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങളിലെ കൊണ്ട് മാറുന്ന അസുഖങ്ങൾ ആണ് ആ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും കൂടുതൽ അപകടരഹിതമായത് എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള പല അഭിപ്രായങ്ങളും ഈ എപ്പിസോഡുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പും. ഇപ്പോൾ ഈ അടുത്ത നോമ്പ്, ഈ 1 മാസം നിൽക്കുന്ന നോമ്പ് വരാൻ പോവുകയാണ്. ഈ നോമ്പ് കാലത്ത് നോമ്പ് കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈ അന്ധവിശ്വാസ ജടിലമായിട്ടല്ലാതെ ഈ നമ്മളെ പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീറ്റയും ഒക്കെ ഒരു പരിധിവരെ കൂടുതൽ ശാസ്ത്രീയമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളൊക്കെ തന്നെ, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തമാവാം എന്നതിനെ കുറിച്ചിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്.
അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഈ നോമ്പ് തുടങ്ങുന്ന അതിനുള്ള ശാസ്ത്രീയതയെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതനുസരിച്ച് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ചന്ദ്രമാസത്തിനെ കുറിച്ചിട്ടാണ്. ചന്ദ്രമാസം എന്നത് ലൂനാർ കലണ്ടർ എന്നത് ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്. ആ ലൂനാർ കലണ്ടർ അനുസരിച്ച് ഈ ശരിക്ക് സാധാരണ മുസ്ലിങ്ങളെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ലൂനാർ കലണ്ടർ അനുസരിച്ച് ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ മഹലിലും വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് മാസവും തീയതിയും ദിവസവും സമയവും അതൊക്കെ സമയമാണ് ഈ സമയം തുടങ്ങുന്നത്. പക്ഷേ ഈ കേൾക്കുന്ന എത്ര പേർക്കറിയാം ഈ ലൂനാർ കലണ്ടറിൻ്റെ ഒരു നിമിഷം തുടങ്ങുന്നത് ഭൗമഗോളത്തിലുള്ള എല്ലാവർക്കും എന്ത് ചന്ദ്രനിലിരിക്കുമ്പോഴും സൂര്യനിലിരിക്കുമ്പോഴും സൗരയൂഥത്തിൽ ഏത് ബിന്ദുവിലിരിക്കുകയാണെങ്കിലും സൗരയൂഥത്തിന് പുറത്തിരിക്കുകയാണെങ്കിലും അത് ഒരു നിമിഷത്തിൽ തുടങ്ങി ആ മാസം അവസാനിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ദിവസത്തിലാണ്, മറ്റൊരു നിമിഷത്തിലാണ്. അതിൽ നിമിഷമേ ഉള്ളൂ, ദിവസം പോലുമില്ല. ആ നിമിഷം ഏത് ദിവസത്തിലാണോ ആ ദിവസം കഴിഞ്ഞാൽ അടുത്ത ഒന്നാമത്തെ ദിവസമായി. അതായത് അമാവാസി എന്ന് പറയുന്ന ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് ചന്ദ്രൻ വരുന്ന ദിവസമാണ് അമാവാസി. മാത്രമല്ല ചന്ദ്രൻ എപ്പോഴും സൂര്യന് നേരെ ആണ് ഒരേപോലെയാണ് നോക്കുക, സൂര്യന് നേരെ തിരിഞ്ഞിട്ടാണ് നോക്കുക. അതുകൊണ്ട് തന്നെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഈ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ സൂര്യന് നേരെ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചന്ദ്രനെ തീരെ കാണാത്തത്. അതുകൊണ്ടാണ് അതിന് അമാവാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്ന് ചന്ദ്രനെ തീരെ കാണാത്തത്. പിന്നീട് അത് കുറേശ്ശെ കാണാൻ തുടങ്ങും. അത് കാണാൻ തുടങ്ങുന്നത് പിറ്റത്തെ ദിവസം രാവിലെയാണ്. കാണാൻ തുടങ്ങുന്നത് അസ്തമിക്കുന്ന സമയത്തോടു കൂടിയാണ്. അതങ്ങനെ പിന്നെ അത് വലുതായി വന്ന് പൂർണ്ണചന്ദ്രൻ വരെയാവും. പൂർണ്ണചന്ദ്രനായതിന് ശേഷം അത് പിന്നെ ചെറുതായി അത് മാത്രമല്ല അവസാനം അത് കാണുന്നത് രാവിലെയാണ്. അതായത് സുബഹിയുടെ നേരത്ത്. ആ നേരത്ത് അങ്ങനെ ചന്ദ്രൻ അങ്ങനെ ഇല്ലാതെ അതങ്ങനെ പിന്നെ തീരെ കാണാതെ. ഇങ്ങനെയുള്ള ഒരു സൈക്കിളാണ് ഈ ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് അർത്ഥം. അതായത് ഈ സൂര്യനും ഭൂമിക്കും നേർരേഖ മറികടക്കുന്ന ആ സമയം, അതിൻ്റെ ഇടയിൽ നിന്ന് മറികടക്കുന്ന ആ സമയം അമാവാസി അല്ലെങ്കിൽ കറുത്തവാവും. നേരെ മറിച്ച് അതേ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും എതിർവശത്ത്, അല്ലെങ്കിൽ ഭൂമിയുടെ സൂര്യൻ്റെയും എതിർവശത്ത് നിൽക്കുമ്പോൾ അത് പൂർണ്ണ ചന്ദ്രനും അല്ലെങ്കിൽ പൗർണമിയും ആകുന്ന ഒരു പ്രതിഭാസമാണ് ഈ ചന്ദ്രമാസം എന്നത്. അത് യഥാർത്ഥത്തിൽ സൂര്യൻ ഈ പടച്ചോൻ്റെ സമയത്തിൻ്റെ ഘടികാരങ്ങൾ സൂചികളായ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഈ 3 സൂചികളും കൂടിയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഈ 3 സൂചികളും കൂടിയും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ചന്ദ്രമാസത്തിൻ്റെ തുടക്കം ഒരു നിമിഷമാണെന്നും ആ നിമിഷം ഏത് ദിവസമാണോ അതിന് അമാവാസി എന്ന് പറയുന്നു. ആ നിമിഷം കഴിയുന്ന പിന്നെ അടുത്ത ദിവസം മുതൽ
ഒന്നാമത്തെ ചന്ദ്രമാസം അന്നാണ് ശരിക്കും മാസം തുടങ്ങുന്നത്. അതങ്ങനെ പോയിട്ടാണ് പിന്നീട് പൂർണ്ണചന്ദ്രനാവുന്നത്, അതായത് 14 അതങ്ങനെ വന്നിട്ടാണ് എന്താവുന്നത്, അതിങ്ങനെ കുറഞ്ഞ് വന്നിട്ട് അപ്പോഴേക്ക് നമുക്ക് ഈ ചന്ദ്രൻ്റെ ആകൃതി നേരം വെളുക്കുമ്പോഴാണ് അവസാനം കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് മാസം തുടങ്ങുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത് അസ്തമിച്ച ഉടനെയാണ്. അസ്തമിച്ച ഉടനെ മുതൽ അപ്പം മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതേമാതിരി നേരെ മറിച്ച് സൂര്യൻ മാസത്തിൻ്റെ അവസാനം എന്നുള്ളതോ അത് സുബഹിക്കാണ്, അതല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ്. ഇത് രണ്ടും ഇത് നോക്കിയാൽ തന്നെ ഇത് ശരിക്കും 2 മാസം നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂര്യൻ്റെ വൃദ്ധിക്ഷയങ്ങൾ അല്ലെങ്കിൽ പ്രയാണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഫേസസ് അല്ലെങ്കിൽ അതിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പോലീസുകാരനല്ല അധ്യാപകന് പോലും, എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകരാണ് ഒന്നും പുതുതായി പഠിക്കാത്തവർ. അവർക്ക് കുറേ വിവരങ്ങളുണ്ടാവും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടൊന്നും പഠിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അങ്ങനെയുള്ള സാധാരണ അധ്യാപകന് പോലും ഒരു പ്രയാസമില്ലാത്ത ഈ സാധാരണ മനുഷ്യന് ഒരു പ്രയാസമില്ല, ഒരു പൊട്ടന് പോലും, സാധാരണ നമ്മൾ പറയാറില്ല ഏത് പോലീസുകാരൻ, അതേപോലെ ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചന്ദ്രമാസം എന്നത്. മാത്രമല്ല ഈ ചന്ദ്രമാസം എന്നത് സാധാരണ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്ന സോളാർ കലണ്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 365 ദിവസമുള്ള ആ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതിനേക്കാളിലൊക്കെ എത്രയോ ആക്യുറേറ്റ് ആണെന്നർത്ഥം. ഒരു 10,000-2000 കൊല്ലം മുമ്പത്തെ ഒരു ദിവസം പോലും അത് ഏത് ചന്ദ്രമാസത്തിൻ്റെ ഏത് ദിവസമാണെന്ന് ഒരു തെറ്റുമില്ലാതെ, ഒരു സെക്കൻഡ് പോലും തെറ്റില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതേപോലെ 2000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ പോലും അതും യാതൊരു തെറ്റുമില്ലാതെ ചന്ദ്രമാസമാണെങ്കിൽ ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് നമ്മൾ സാധാരണ ഇപ്പോൾ ഉള്ള ഗ്രിഗോറിയൻ കലണ്ടർ എന്നുള്ള ആ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ അത് കഴിയില്ല. കാരണം അതിൽ കുറച്ച് പ്രയാസമാണ്. കാരണം അത് 365, അതിന് 2 സൂചികളേ ഉള്ളൂ. ഈ 2 സൂര്യനും ഭൂമിയും. ഈ ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുകയാണ്. അത് കറങ്ങുമ്പോൾ അത് എപ്പോഴാണ് അവസാനിക്കുന്നതെന്നും അത് കൃത്യമായിട്ട് നമുക്ക് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, മാത്രമല്ല അത് 365 എന്ന് പറഞ്ഞാൽ കാലൊന്നും അല്ലതാണ്. പിന്നീട് കുറേ കാലം 100-100 കൊല്ലം കഴിയുമ്പോഴേക്ക് പിന്നെ ഒരു ദിവസത്തിൻ്റെ ഒരു മാറ്റം വരാമെന്നർത്ഥം. അങ്ങനെ അതിന് മാറ്റങ്ങൾ വരുത്തി എങ്ങനെ വരുത്തിയാലും പൂർണ്ണത കിട്ടില്ല എന്നർത്ഥം. കാരണം അത് ഈ ദിവസം എന്നത് 24 മണിക്കൂർ എന്ന് പറയുന്ന അതുമായിട്ട് അതിന് കൃത്യമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല അത് മൂന്നാമത്തെ ഒരു സൂചി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഈ കലണ്ടറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 മാസം, 2 ചന്ദ്രമാസം. അപ്പോൾ ഇന്നിപ്പോൾ ഈ പൂർണ്ണ ചന്ദ്രൻ അതല്ലെങ്കിൽ 14 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും. നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് വൈകുന്നേരം എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷവും അതേപോലെ തന്നെ വൈകുന്നേരം മഗ്‌രിബിന് ശേഷവും
നിങ്ങൾ ചന്ദ്രനെ നിരീക്ഷിക്കുക. ആ നിരീക്ഷിക്കുമ്പോൾ ആ ചന്ദ്രൻ്റെ ആകൃതി എന്താണ്, മാത്രമല്ല അതിൻ്റെ ആംഗിൾ എന്താണ്, അത് ഈ കിഴക്കൻ ചക്രവാളത്തിലാണോ അതല്ല പിന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിലാണോ അതല്ല അതിൻ്റെ സെൻട്രൽ ഏകദേശം ഏത് കോണിലാണ് നിങ്ങൾ കാണുന്നത് എന്ന് ഒന്ന് കുറിച്ച് വെക്കുക. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കുക. ആ പട്ടികയിൽ ഇത് നോക്കുക. പട്ടികയിൽ ഇത് ആദ്യം നമുക്ക് വേണ്ടത് ഈ പട്ടികയിൽ ആദ്യത്തെ ഇതിൽ സീരിയൽ നമ്പർ വെക്കുക, ക്രമ നമ്പർ. രണ്ടാമത്തത് ഡേറ്റ് വെക്കുക, അതായത് തീയതി. മൂന്നാമത്തത് അതായത് സുബഹി നേരത്തെ നമ്മൾ കാണുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ അതിൻ്റെ ആകൃതി ആദ്യം വരച്ച് വെക്കുക. രണ്ടാമതായിട്ട് അതിൻ്റെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമതായിട്ട് അതിൻ്റെ കിഴക്ക് ചക്രവാളത്തിലാണോ പടിഞ്ഞാറ് ചക്രവാളത്തിലാണോ, ഇനി അതല്ല മധ്യത്തിലാണോ, അതിൻ്റെ ഏകദേശം ഈ ചക്രവാളത്തിൽ നിന്ന് അതിലേക്കുള്ള ആംഗിളും ഒന്ന് അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് അപ്പം തോന്നുന്ന ആംഗിൾ മതി, അത് കൃത്യമായിക്കോണമെന്നില്ല. നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് ഉണ്ടായാൽ തന്നെ മതി. എന്നാലും എല്ലാ ദിവസവും അത് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് അതിൻ്റെ പറ്റുമെങ്കിൽ കോണളവ് എടുക്കുക. മാത്രമല്ല ഏത് ചക്രവാളത്തിലാണ് കാണുന്നത്, ഇനി സെൻട്രലാണെങ്കിൽ സെൻട്രലാണ് എന്നുള്ളത് കാണിക്കുക. അതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വൈകുന്നേരം, ഇതിപ്പോൾ സുബഹിക്കാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വൈകുന്നേരങ്ങൾ അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം നിങ്ങളുടെ ഈ ആകൃതി അതേപോലെ തന്നെ കിഴക്കാണോ പടിഞ്ഞാറാണോ, അതേപോലെ തന്നെ അതിൻ്റെ ചെരിവ്, അതിൻ്റെ ആംഗിൾ എത്രയാണ്, ആംഗിൾ ഓഫ് എലിവേഷനോ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്തോ വേണമെങ്കിൽ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക നിങ്ങൾ എല്ലാ ദിവസവും തയ്യാറാക്കുക. അങ്ങനെ 60 ദിവസം തയ്യാറാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മാസത്തിലെ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ചന്ദ്രൻ്റെ സ്വഭാവം മനസ്സിലാവുകയും ആ ചന്ദ്രൻ്റെ അപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് മാസത്തിൻ്റെ എത്രാമത്തെ തീയതിയാണ്, ആകെ 28 ഇല്ലെങ്കിൽ 29 30 ആണല്ലോ ഉള്ളത്, അതിൽ എത്രാമത്തെ തീയതിയാണെന്ന് ഒരു പരിധി വരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അതായത് ഒരു ദിവസം കിട്ടിയാൽ ആ ദിവസം, അതായത് ഇപ്പോൾ 29ാമത്തെ ദിവസം കണ്ടാൽ തന്നെ അടുത്ത ദിവസം അമാവാസിയായിരിക്കുമെന്നും അതിന് അടുത്ത ദിവസം അമാവാസി ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം 1-ാം തീയതി ആവുന്നും നമുക്ക് അമാവാസിക്ക് മുമ്പത്തെ ദിവസം കണ്ടാൽ പോലും കഴിയും. അത് 2 മാസം നിങ്ങൾ നോക്കിയാൽ പിന്നീട് നിങ്ങൾ എത്ര കണ്ട് നോക്കുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പേർട്ട് ആവാൻ കഴിയും. മാത്രമല്ല ഒരിക്കലും തെറ്റ് പറ്റാത്ത രീതിയിൽ ഏതൊരു ആൾക്കും, സാധാരണ ബുദ്ധിയുള്ള ഏതൊരാൾക്കും, 1-ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് പോലും ഇത് പരിശോധിക്കുക, ഇത് നിരീക്ഷണം നടത്തുകയാണെങ്കിൽ ഒരിക്കലും തെറ്റ് പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഏത് നിമിഷമാണ് നമ്മളെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ രേഖയിൽ വരികയും ആ രേഖ മറികടക്കുന്ന അമാവാസി നിമിഷം ഏത് നിമിഷമാണെന്ന് പറയാൻ കഴിയുകയും അതിൻ്റെ
അടുത്ത നിമിഷം മുതൽ അടുത്ത മാസം തുടങ്ങുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ പകർച്ച, മാസത്തിൻ്റെ തുടക്കവും അവസാനവും കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. ഇത് യഥാർത്ഥത്തിൽ പരമ്പരാഗതമായി അറബികൾക്കും പ്രത്യേകിച്ച് അവർക്കൊക്കെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും മരുഭൂമിയിലൊക്കെ പ്രത്യേകിച്ചും മേഘങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടായിരുന്നുകൊണ്ടും അവർക്കൊന്നും ഒരു തെറ്റും ഈ മാസക്രമത്തിൽ പറ്റിയിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ ആധുനിക കാലത്താണ് ഈ വിവരമൊക്കെ വെറും ഭയങ്കര വിദ്യാഭ്യാസമുള്ള കുരങ്ങന്മാർക്കാണെന്നും അവരുടെ കണക്കും അവരുടെ ഇതൊക്കെയാണ് ഈ യഥാർത്ഥത്തിൽ കൂടുതൽ ശരിയെന്ന ഒരു മിഥ്യാധാരണ യഥാർത്ഥത്തിൽ ഈ വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് മസ്തിഷ്ക പ്രാഷ്ടാളനം ചെയ്യപ്പെട്ട ഈ എലീറ്റ്സ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാർ മനസ്സിലാക്കി അങ്ങനെ അവരോട് ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ തെറ്റാൻ തുടങ്ങിയത്. ഇത് തെറ്റേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ എത്ര കണ്ട് ആ കാര്യം ശ്രദ്ധിക്കുന്നോ, ആ കാര്യം മനസ്സിലാക്കുന്നോ, അത്ര നിങ്ങളുടെ പരിചയം കൂടുന്നതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് എന്നാണ് അമാവാസി എന്നും ആ അമാവാസി കഴിഞ്ഞാൽ അടുത്ത മാസമാണെന്നും ആ അടുത്ത മാസം തുടങ്ങി അടുത്ത ഒരു 14 ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് പൂർണ്ണചന്ദ്രനാവുമെന്നും അതിൻ്റെ 14-ാമത്തെ ദിവസം 15-ാമത്തെ ദിവസം നമുക്ക് ഈ അമാവാസി വരും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ മനസ്സിലാവുക മാത്രമല്ല, ഒരു ദിവസത്തെ നമ്മളെ ചന്ദ്രൻ്റെ ഫേസ്, ചന്ദ്രൻ്റെ ആ ചന്ദ്രക്കലയുടെ ആകൃതി, അതിൻ്റെ ആംഗിൾ അനുസരിച്ച് ആ ആംഗിൾ നോക്കിയാൽ നമുക്ക് എന്നാണ് അത് യഥാർത്ഥത്തിൽ രാത്രി സമയം എത്രയായിരിക്കുന്നു എന്നും അത് എത്രാമത്തെ ദിവസമാണ് എന്നും പറയാൻ കഴിയുന്ന വളരെ കൃത്യമായ എല്ലാവർക്കും വായിക്കാവുന്ന നിർണയിക്കാവുന്ന ഒരു സമയ വിവര പട്ടികയാണ്, സമയത്തിൻ്റെ വാച്ചാണ് യഥാർത്ഥത്തിൽ പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ ആകെ കൊളമാക്കുക, അത് അത്രയും ഈ പ്രപഞ്ചത്തിലെല്ലാവർക്കും, അത് ഭൂമിയിലുള്ള ഒരു പ്രത്യേക ഈ വൻകരകളിലൊക്കെ വ്യത്യാസം, അതൊക്കെ നമുക്ക് ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഉദയാസ്തമനത്തിനേ ഉള്ളൂ. ഈ ഉദയാസ്തമനം പോലെയാണ്, ഉദയാസ്തമനം വിമാനങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് സമയത്തിലൊക്കെ മാറ്റം വന്നു. അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഈ ചന്ദ്രമാസത്തിൻ്റെ മാറ്റങ്ങളും എന്ന ഒരു മിഥ്യാധാരണയാണ് ഈ പൊട്ടന്മാരായ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച പൊട്ടന്മാർക്ക് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ തെറ്റായിട്ട് ഇപ്പോൾ പുതുതായിട്ട് അതിൻ്റെ പേരിൽ അടിപിടിയും വഴക്കുമൊക്കെ ഉണ്ടായത്. ഇന്ന് നമ്മൾക്ക് ഈ ശരിക്കും കാണുക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് വെറും കണ്ണുകൊണ്ടല്ല, ബുദ്ധി കൊണ്ട് കാണാനാണ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ യാതൊരു സംശയമല്ല, കൃത്യമായിട്ട് എന്നാണ് അടുത്ത ഒരു 15 കൊല്ലം മുമ്പോ 100 കൊല്ലം മുമ്പോ 1000 കൊല്ലം മുമ്പോ ഉണ്ടാവുന്ന റംസാൻ മാസം ഏത് ദിവസം ഏത് നിമിഷം തുടങ്ങുന്നു എന്നും
അല്ലെങ്കിൽ അമാവാസി അമാവാസി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമാണത്. ആ നിമിഷം, അതായത് ഭൂമിയും സൂര്യനും ഉള്ള നേർരേഖയെ ചന്ദ്രൻ മറികടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആ നിമിഷമാണ്. ആ നിമിഷം കഴിഞ്ഞാൽ അടുത്ത ഇത് തുടങ്ങി. അങ്ങനെ അത് ഇപ്പോൾ ഏതുപോലെ ആ സമയത്താണ് നമ്മളെ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്. ഈ സൂര്യഗ്രഹണം അത് ഈ അമാവാസിയുടെ ദിവസം ഉണ്ടാവുള്ളൂ. അതേപോലെ നേരെ മറിച്ച് ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിയുന്നത് അത് പൂർണ്ണചന്ദ്രന് അന്ന് ഉണ്ടാവുള്ളൂ. അതായത് ഇത് രണ്ടും തന്നെ നമുക്ക് ഓരോ മാസത്തിൻ്റെ ഒന്ന് മധ്യത്തിലാണെങ്കിൽ മറ്റൊന്ന്, അതായത് സൂര്യഗ്രഹണം ഈ ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് നേരിട്ട് പതിയുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ നമ്മുടെ മാസത്തിൻ്റെ പിറവി അതിന് തൊട്ട നിമിഷം തുടങ്ങുകയാണെന്ന് അർത്ഥം. അതായത് അടുത്ത മാസം തുടങ്ങുന്നത് ഈ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ സൂര്യഗ്രഹണം കഴിഞ്ഞ ആ നിമിഷം മുതലാണ്. നേരെ മറിച്ച് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് മാസത്തിൻ്റെ നടുവിലുണ്ടാവണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ, 2 മാസം നിരന്തരമായിട്ട് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ശ്രദ്ധിക്കുക. ആ വൃദ്ധിക്ഷയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോ ദിവസവും ചന്ദ്രനെ എപ്പോഴാണ് കണ്ടത്, രാവിലെ കണ്ടപ്പോൾ എത്ര, വൈകുന്നേരം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ രാവിലെ നോക്കിയപ്പോൾ കണ്ടോ, ഇല്ലെങ്കിൽ വൈകുന്നേരം കാണും, ഏതെങ്കിലും ഒരു സമയത്ത് എന്തായാലും കാണും. ആ കാണുന്നത് അതിൻ്റെ ആകൃതി നോക്കുക, അതിൻ്റെ ഇൻക്ലിനേഷൻ നോക്കുക. അത് മാത്രമല്ല, ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് മാർക്ക് ചെയ്ത് നിങ്ങൾ വെറുതെ ഒന്ന് കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം ആ ഇത് തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 മാസം വെറും 5 നിമിഷം മാത്രം എടുത്ത് നോക്കി, ആ നോക്കി നിങ്ങൾ തന്നെ സ്വയം അത് താരതമ്യം ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ തുടങ്ങും. മാത്രമല്ല, നിങ്ങളെ ഈ സുബഹിക്ക് കണ്ടിരുന്ന ചന്ദ്രൻ സുബഹിക്ക് കാണാതെ പിന്നെ അടുത്ത അസ്തമയത്തോടു കൂടി കാണാൻ തുടങ്ങുന്ന ആ ചന്ദ്രൻ പുതിയ മാസത്തിൻ്റെ പിറവിയാണെന്നും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന് ഇടയിലാണ് ഒരു ദിവസം മാത്രം ആണ് കറുത്തവാവ് എന്നും ആ കറുത്തവാവ് ഏത് നിമിഷമാണ് എന്നത് കൃത്യമായിട്ട് നമ്മളെ ഒബ്സർവേറ്ററിയിൽ കൃത്യമായിട്ടുള്ള ഒബ്സർവേറ്ററിയുടെ റെക്കോർഡുകൾ നമുക്ക് ഏതൊരാൾക്കും പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുമെന്നും അത് ഏത് കൊല്ലത്തെ ഏത് മാസത്തെ എന്തായാലും ഒരു 100 കൊല്ലത്തേക്ക് ഉള്ളത് ഒരു പ്രയാസമില്ലാതെ എല്ലാവർക്കും വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ അത് ഒബ്സർവേറ്ററിയുടെ പേരെന്താണ്, അവിടെ അൽമനാക്നോ എന്തായാലും പേര്, ആ സാധനം വാങ്ങാൻ കിട്ടുമെന്നും ഇതിൻ്റെ പേരിൽ അടിപിടി കൂടുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യർക്കും ഭൂമിയുള്ള എല്ലാവർക്കും സൗരയൂഥത്തിലുള്ള എല്ലാവർക്കും പ്രപഞ്ചത്തിൻ്റെ മറ്റ് ഗാലക്സികളിലുള്ളവർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയഘടന, അതായത് മാസഘടന, അതിനെ ആകെ കൊളാക്കിയിട്ട് മുജാഹിദിനും ജമായത്തിനും സുന്നികളിൽ തന്നെ വ്യത്യസ്തർക്കും അതേപോലെ തന്നെ
ഇവർക്കൊക്കെ വ്യത്യസ്തമാണെന്നും ഇന്ത്യക്കാർക്ക് വ്യത്യസ്തമാണെന്നും മലപ്പുറത്തുകാർക്ക് വ്യത്യസ്തമാണെന്നും ഏതോ വിവരമില്ലാത്ത കാലിമാരുണ്ടാക്കണതാണെന്നും അവർ പ്രവചിച്ചാലേ അത് നടക്കുള്ളൂ എന്നും ഒക്കെ പറയുന്നത് നാം എത്ര കണ്ട് ഈ ശാസ്ത്രീയമായ മനുഷ്യൻ്റെ കഴിവുകൾ പഠനത്തിന് ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും പഠിക്കാനുള്ള കഴിവുകളെയും അത് സ്വീകരിച്ച് അത് ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടാവുന്ന എല്ലാ പുതിയ പുതിയ ഉപകരണങ്ങൾ ആസ്വദിക്കുന്ന നമ്മൾ ചെയ്യുന്നത് മഹാ അബദ്ധമാണ്, തെറ്റാണ്, അശാസ്ത്രീയമാണ്, മാത്രമല്ല നന്ദിയില്ലായ്മയാണ്. നിങ്ങൾ ഈ ഉപകരണങ്ങൾ കൊണ്ട് ഉള്ള എല്ലാ സൗകര്യവും ആസ്വദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മോട്ടോർ സൈക്കിള്, ഏറ്റവും നല്ല കാറ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയ ശാസ്ത്രത്തെ നിങ്ങൾ തള്ളിക്കളയുക എന്നോ അല്ലെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾ ശാസ്ത്രം കൊണ്ടും ഈ ശാസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മാത്രം മതി. നിങ്ങൾ സ്വന്തം ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്നാണ് യഥാർത്ഥത്തിൽ അമാവാസി കഴിയുമ്പോൾ പുതിയ മാസം തുടങ്ങുമെന്നും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സുബഹിയുടെ നേരത്ത് ആ മാസാവസാനത്തിൽ കാണുന്ന ചന്ദ്രൻ്റെ ദിശയും ചന്ദ്രൻ്റെ രീതിയും ചന്ദ്രൻ്റെ ആകൃതിയും കാണാനേ കഴിയില്ല. അത് അമാവാസിക്ക് ശേഷം ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് ഇവിടെ നിന്നുള്ളതല്ല, എവിടെയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ നമുക്ക് കാണാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് എന്ന് നമുക്ക് നിഗമനം ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് വേറെ എങ്ങോട്ടും പോവില്ല. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തന്നെ ഇത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഒബ്സർവേറ്ററിയിലെ യഥാർത്ഥത്തിലുള്ള അമാവാസിയുടെ നിമിഷം അല്ലെങ്കിൽ സൂര്യനെയും ഭൂമിയുടെയും നേർരേഖ ചന്ദ്രൻ എപ്പോൾ മറികടക്കുന്നു എന്ന കൃത്യമായ കണക്ക്, ഏത് നിമിഷം മറികടക്കുന്നു എന്ന കൃത്യമായ കണക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമാണ്. ആ ലഭ്യമായ അത് എടുത്തിട്ട് പിറ്റത്തെ ദിവസം മുതൽ, ആ ദിവസം പറ്റില്ല, ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം മുതൽ മാസത്തിൻ്റെ ഒന്നാം തീയതിയായിട്ട് കണക്കാക്കുന്ന ഒരു കൂടുതൽ ശാസ്ത്രീയമായ തെറ്റുപറ്റാത്ത ഒരു സമയനിർണയ വ്യവസ്ഥ യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട് എന്നും അതനുസരിച്ചാണെങ്കിൽ ഒരു മാസത്തേക്കും ഒരു കാലത്തേക്കും യാതൊരിക്കലും തെറ്റുപറ്റില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നേരെ മറിച്ച് ഈ സോളാർ കലണ്ടർ അനുസരിച്ച് അങ്ങനെയല്ല സ്ഥിതി. സോളാർ കലണ്ടർ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആസ്ട്രോനോട്ട്സിനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴേക്ക് ഇതിൻ്റെ ഡേറ്റും ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം ഈ സോളാർ കലണ്ടറിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് പലപ്പോഴും അത് മനസ്സിലാവും. കാരണം അത് ചിലപ്പോൾ ദിവസങ്ങൾ കൂട്ടേണ്ടി വരും, കുറക്കേണ്ടി വരും, ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒക്ടോബർ വിപ്ലവം എന്ന്? റഷ്യയുടെ ഒക്ടോബർ വിപ്ലവം ഒക്ടോബറിലല്ല നടന്നത്, നവംബറിലാണ് നടന്നത്. അത് പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് മാറിപ്പോയത് നടത്തും. അതേപോലെ തന്നെ ഈ ലീപ്പ് ഇയർ അതിൽ വെക്കണം. ലീപ്പ് ഇയർ വെച്ചാൽ മാത്രം പോരാ, പിന്നെ അതിനിടയിൽ ഇത് വന്നപ്പോൾ പിന്നെ 200 കൊല്ലം 100 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാകുന്ന ചില ദിവസങ്ങളിൽ ചില 29 കുറച്ച് 28 ആക്കണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് സോളാർ കലണ്ടറിൻ്റെ തീയതികൾ ശരിയായി കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ നേരെ മറിച്ച് ഈ ചന്ദ്രമാസത്തിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല.
അങ്ങനെയുള്ള കാരണം ഇതിന് 3 സൂചികൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇന്ന് 3 സൂചികൾ ഉള്ളത് കൊണ്ടും ഈ 3 സൂചികളും ഇങ്ങനെ കറങ്ങുന്നതിന് അതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കണത്തിനെ കുറിച്ചിട്ടൊന്നുള്ള ശാസ്ത്രം നമ്മളിവിടെ അറിയണില്ല. അതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചന്ദ്രമാസം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ LKG മനസ്സിലാക്കുന്ന ഒരാൾക്കും, ജ്യോതിശാസ്ത്രം വെറുതെ നോക്കുന്ന ആൾക്ക്, ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആകാശത്തെ വെറുതെ ഒരു 2 മാസം നിങ്ങൾ നിരന്തരം ഒരു ദിവസം തെറ്റാതെ നോക്കിയാൽ തന്നെ അതിൻ്റെ രഹസ്യങ്ങൾ അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരാൻ തുടങ്ങും. നമുക്ക് എല്ലാവർക്കും ആ ബുദ്ധി ഉണ്ട് എന്നർത്ഥം. ആ ബുദ്ധി, ചെറിയ ബുദ്ധി വെച്ചാൽ തന്നെ അത് ഇങ്ങോട്ട് പലതും പറഞ്ഞുതരും. വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണ്ട. ശരിക്കും ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ ആകാശം, ഈ നമ്മളെ ചുറ്റുള്ള ചന്ദ്രനും സൂര്യനും പിന്നെ മറ്റ് നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും കൂടി കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കൂടുതലാണ്. അങ്ങോട്ട് ഞാൻ കടക്കണില്ല. ഈ 3 ഗ്രഹങ്ങളും സത്യമാണ്. അത് നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരും. നിങ്ങൾ വേറെ ആര് പറഞ്ഞാലും കേൾക്കണ്ട. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അതായത് എനിക്ക് പറയാനുള്ളത്, ലോകത്ത് ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു സമയ നിർണയ രീതി ദൈവം അല്ലെങ്കിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് കൊടുത്തെങ്കിൽ അതിൻ്റെ പേരിൽ അടിപിടി കൂടുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് ഇത് കാണുന്നവരും കേൾക്കുന്നവരും ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായി ഇപ്പോൾ നിലവിലുള്ള പ്രമേഹം, പ്രഷറ്, വയറുവേദന, മാറാത്ത മുറിവുകൾ, ഇതൊക്കെ എങ്ങനെ ഈ 30 ദിവസത്തെ ശാസ്ത്രീയമായ, വിവേകപൂർവമായ, വിനയപൂർവമായ ഒരു റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതോടുകൂടി മാറ്റാനാവുമെന്നത്, അതെങ്ങനെയാണെന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്നും അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ പറയാം. മാത്രമല്ല, അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അസുഖം മാറ്റാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ഉപവാസത്തിൻ്റെ മാസം, ഈ റംസാൻ മാസം ഉപയോഗിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ എന്ത് അസുഖമായിക്കോട്ടെ, അവർക്ക് ഏത് അസുഖമായിക്കോട്ടെ, ഈ അസുഖം മാറ്റാൻ ഇന്ന് ഈ 30 ദിവസം നിങ്ങൾ തയ്യാറാണെങ്കിൽ അവർക്ക് എന്നോട് അന്വേഷിക്കാവുന്നതും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും അത് മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് വരുന്ന നഷ്ടം തീർക്കാൻ എന്നാൽ കഴിയുന്ന ഇത് ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.